ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോറമാളിലെ ഫ്രണ്ടിലാണ്. ഇന്ന് ഞാനിവിടെ PVRൽ OD4ലാണ് സിനിമ കാണാൻ പോകുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസാണ് പറയാൻ പോകുന്നത്. ഈ OD4 എന്ന് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഓക്കെ, അതെ, ഇവിടുത്തെ OD4 ആണ് ഇവിടുത്തെ PXL സ്ക്രീൻ. ഈ സ്ക്രീനിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ വഴിയെ വീഡിയോയിലൂടെ പറയാം. ആദ്യം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എൻ്റെ ഈ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ചാനലിൽ എൻ്റെ ആർട്ട് വർക്കുകളുടെ വീഡിയോ, പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസസിൻ്റെ വീഡിയോസും, ഫുഡ് വ്ളോഗ്, പിന്നെ എൻ്റെ കുറച്ച് ട്രാവൽ വ്ളോഗ്സൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇത് ചാനലിലെ രണ്ടാമത്തെ തിയേറ്റർ വ്ളോഗാണ്. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ മാളിലെ 3rd ഫ്ലോറിലാണ് PVR ഉള്ളത്. അപ്പോൾ 3rd ഫ്ലോറിൽ എത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ഈ PVRൻ്റെ ഫുൾ ഫോം എന്താണെന്നറിയോ? അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ വന്നിട്ടേക്ക്. PVRൻ്റെ ഫുൾ ഫോം പ്രിയ വില്ലേജ് റോഡ് ഷോ എന്നാണ്. എന്താ അല്ലേ? പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ചിലർക്കത് അറിയായിരിക്കും. കഴിഞ്ഞ 2023 ഫെബ്രുവരിയിൽ PVRും ഇന്ത്യയിലെ തന്നെ മറ്റൊരു മൾട്ടിപ്ലക്സ് ചെയിൻ കൂടിയായിട്ടുള്ള ഐനോക്സും മെർജായിട്ട് ഇപ്പോൾ PVR ഐനോക്സ് എന്നുള്ളൊരു കമ്പൈൻഡ് എൻറ്റിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഞാനിവിടെ കാണാൻ പോകുന്ന ലോക എന്ന് പറഞ്ഞ സിനിമയാണ്. പോസ്റ്റർ ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി ചെക്കിങ്സും ടിക്കറ്റ് സ്കാനിങ്ങും കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് OD1ഉം OD2ലേക്കുള്ള പാസേജ് കാണാൻ പറ്റും. അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു കഫറ്റീരിയയും കൂടി കാണും. ഈ കഫറ്റീരിയ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ട് OD3ലേക്കുള്ള എൻട്രൻസ് കൂടി കാണാം. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിയുമ്പോൾ തന്നെ ഒരു വലിയ ലോഞ്ചോട് കൂടിയ ഒരു കഫറ്റീരിയ കൂടി നമുക്ക് കാണാം. ഇതിന് ചുറ്റിയാണ് ബാക്കി എല്ലാ ODs ഉള്ളത്. ഇവിടെ നിലവിൽ 9 ODs ആണുള്ളത്. അതിൽ OD4ലാണ് ഈ PXL സ്ക്രീൻ ഉള്ളത്. PXL എന്ന് പറയുന്നത് പ്രീമിയം എക്സ്ട്രാ ലാർജ് എന്നാണ്. ഇത് PVRൻ്റെ തന്നെ ഒരു പ്രൊപ്രൈറ്ററി സ്ക്രീൻ കൂടിയാണ്. അവരുടെ ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീനാണ് ഈ PXL. ഇതിലിവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 4K RGB ലേസർ പ്രൊജക്ഷനോട് കൂടിയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ സിസ്റ്റവും അതിൻ്റെ കൂടെ തന്നെ സൗണ്ടിന് വേണ്ടിയിട്ട് ഡോൾബി അറ്റ്മോസും കൂടിയിട്ടാണ്. എല്ലാ സ്ക്രീൻസും ലേറ്റസ്റ്റ് ജനറേഷൻ 4 RGB ലേസർ പ്രൊജക്ഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് ആണ് ഈ PVR. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ PXL ആൻഡ് ഹൗ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം അതർ സ്ക്രീൻസ്? ഈ 2 ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാനിപ്പോൾ തന്നെ പറയാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമ ഈ ഒരു സ്ക്രീനിൽ തന്നെ കാണണമെന്ന് പറയുന്നത്. PXL സ്ക്രീനിൻ്റെ ആസ്പെക്ട് റേഷ്യോ വരുന്നത് 1.85:1 ആണ്. നമ്മുടെ നോർമൽ സിനിമാസ്കോപ്പ് സ്ക്രീൻസ് എല്ലാം തന്നെ ആസ്പെക്ട് റേഷ്യോ വരുന്നത് 2.35:1 ആണ്. അത് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ആസ്പെക്ട് റേഷ്യോ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോക എന്ന് പറയുന്ന സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ വരുന്നത് 1.90:1 ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്കോപ്പ് സ്ക്രീനിൽ ഈ മൂവി കാണുമ്പോൾ അതിൻ്റെ വിഷ്വൽ സ്ക്രീൻ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കില്ല. സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ബ്ലാക്ക് ബാർസ് ഉണ്ടാവും. എന്നാൽ PXL പോലത്തെ പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീൻസിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ മൂവി എക്സ്പീരിയൻസ് കിട്ടും. വിഷ്വൽസും വലുതായിരിക്കും. എന്നാൽ ഒരു സ്കോപ്പ് മൂവിയാണ് നിങ്ങൾ PXL സ്ക്രീനിൽ കാണുന്നതെങ്കിൽ സ്ക്രീനിൻ്റെ മുകളിലും താഴെ ബ്ലാക്ക് ബാർസ് കാണും. ഇത് OD4ലേക്കുള്ള പാത്വേ ആണ്. ഡോറിൻ്റെ സൈഡിൽ 4K ലേസർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ODയിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ആ വലിയ സ്ക്രീനാണ്.
ഇവിടുത്തെ ഈ PXL സ്ക്രീനിൻ്റെ സൈസ് വരുന്നത് ഡയഗണലി 60 feet ആണ്. സോ ലെങ്ത്ത് നോക്കുമ്പോൾ അറൗണ്ട് ഒരു 54 to 55 feet ലെങ്ത്തും ഹൈറ്റ് 29 to 30 feet കാണും. ഇവിടെ ടോട്ടൽ 312 സീറ്റ്സാണ് ഉള്ളത്. അതെല്ലാം തന്നെ ഫെർക്കോ സീറ്റ്സാണ്. പേഴ്സണലി എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സീറ്റാണത്. ഇരുന്ന് നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്ന് സിനിമ കാണാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു സീറ്റാണത്. മുമ്പ് ഇതുപോലത്തെ സീറ്റ് കണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രം PVR IMAXിലാണ്. ഇവിടെ സീറ്റ്സ് എല്ലാം തന്നെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലാസിക്, പ്രൈം, എലീറ്റ്, റിക്ലൈനേഴ്സ്. അതിൽ ഫസ്റ്റത്തെ 2 റോ ക്ലാസിക്, പിന്നെ വരുന്ന 3 റോ പ്രൈം, അത് കഴിഞ്ഞിട്ട് വരുന്ന 8 റോ എലീറ്റ് കാറ്റഗറി, പിന്നെ ലാസ്റ്റത്തെ 1 റോ റിക്ലൈനേഴ്സ് ആണ്. പ്രൈസ് ഞാനിവിടെ പറയുന്നില്ല, അത് വീക്കെൻഡ്സിലും അല്ലാത്ത ദിവസവും വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കണക്ക് പ്രകാരം ഇത് സ്റ്റാർട്ടിങ് വരുന്നത് 300 രൂപയാണ്. പിന്നെ 320, 340, 750 അങ്ങനെയാണ് റേറ്റ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു സ്പെസിഫിക് റേറ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നില്ല. അത് ബുക്ക് മൈ ഷോയിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് റേറ്റ് മാറുന്നത് അറിയാൻ പറ്റും. സ്വീറ്റ് സ്പോട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ EFGH എന്ന് പറയുന്ന റോയിലെ 11-12 സീറ്റ്സാണ് പ്രോപ്പർ സെൻറ്റർ സീറ്റ്സ് ആയിട്ട് വരുന്നത്. ഇവിടുത്തെ പ്രൊജക്ടർ വരുന്നത് ക്രിസ്റ്റിയുടെ CP4445 എന്ന് പറയുന്ന RGB ലേസർ പ്രൊജക്ടറാണ്. ഇതിൻ്റെ ലൂമിനൻസ് ഔട്ട് വരുന്നത് 47,000 ആണ്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള വിഷ്വൽസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഡോൾബി അറ്റ്മോസ് ആണ്. 48 ചാനലായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ബോഡിയുടെ ലെഫ്റ്റ് സൈഡ് വാളിലും റൈറ്റ് സൈഡ് വാളിലും സറൗണ്ടിങ് സ്പീക്കേഴ്സായിട്ട് 8 സ്പീക്കേഴ്സ് വീതമാണ് കൊടുത്തിരിക്കുന്നത്. സീലിങ്ങിൽ 2 ലെയറായിട്ട് ഓവർ ഹെഡ് സ്പീക്കേഴ്സ് 8 എണ്ണവും ബാക്ക് സൈഡിൽ റിയർ സ്പീക്കേഴ്സായിട്ട് 6 സ്പീക്കേഴ്സ് വീതമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഓഡിയോയുടെ ഉള്ളിൽ തന്നെ 2 വാൾസിലും 2 LFE സബ്വൂഫേഴ്സ് വീതമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ JBLൻ്റെ സ്പീക്കേഴ്സാണ്. Shown here, in case of an emergency, do not panic. Our staff will assist you to the nearest exit. This auditorium is equipped with wheelchair-friendly seating while booking your ticket. അങ്ങനെ 2.5 മണിക്കൂറിന് ശേഷം സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീര സിനിമയായിരുന്നു. മലയാള സിനിമയിൽ അടുത്തൊരു നാഴികക്കല്ലായിട്ട് കണക്കൂട്ടാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ്. നമുക്കും വേണ്ട ഒരു സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസ്. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ ആയാലും സ്ക്രിപ്റ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും എല്ലാം തന്നെ ടോപ്പ് നോച്ച് ആയിട്ടുണ്ട്. കളർ ഗ്രേഡിങ് നന്നായിട്ടുണ്ട്. ആക്ടേഴ്സിൻ്റെ ആക്ടിങ് എല്ലാം തന്നെ നന്നായിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. വേറൊരു സംഭവം കൂടി ഉണ്ട്. ജെൻസ് ടോയ്ലറ്റിൽ യൂറിനലിൻ്റെ അവിടെ വരെ പ്രമോഷൻ കൊടുക്കുന്ന ആദ്യത്തെ മൾട്ടിപ്ലക്സ് ബ്രാൻഡാണെന്ന് തോന്നുന്നു PVR. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് ശ്രീ സൈനിങ് ഓഫ്.